ഇത് ചാകരയാണ് മോളെ, ചാകര അതുണ്ടോ? അയ്യോ നോക്കട്ടെ ഇതാ ഈ ജാതി സാധനം വെച്ചല്ല നമ്മുടെ കളി. അയ്യോ ഇത് അടിപൊളിയല്ലേ സാറേ? ആ വിദ്യല്ലാണ്ട് നമ്മുടെ ഇരിക്കണൊക്കെ ഒരു ജാതിലസനം കേട്ടല്ലേ. ആ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ വരുന്ന മക്കളാണ്. ഇത് കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരും പ്രസവിച്ചവരും പ്രസവിക്കാത്തവരും ഇനി പ്രസവിക്കാൻ നിൽക്കണവരൊക്കെ ഉണ്ടായില്ലേ. നാനാ ഭാഗത്തുള്ള സകല ജാതി സീരിയല് സിനിമ രംഗത്തുള്ള ആൾക്കാരും ഡോക്ടർമാരും വക്കീലും ഒക്കെ ഉണ്ട്. ഇത് എവിടുന്ന് ഒപ്പിച്ച? ഇത് അവര് തന്നാണോ? അവര് തരേ, അവരെ ഗേറ്റിന്റെ അങ്ങോട്ട് കടത്തില്ല തന്നെ. പിന്നല്ലേ ഇപ്പൊ അവര് തരുന്നതൊക്കെ. പിന്നെ ഇതൊക്കെ നമ്മള് കമ്പ്യൂട്ടറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് അടിച്ചെടുക്കണല്ലേ മോളെ. ഇനിയിപ്പോ ഇതൊക്കെ ഒന്ന് ഈ പേരിൽ ആദ്യം ആൾക്കാരനൊക്കെ അന്വേഷിച്ചൊന്ന് ഇവിടെ ആരെങ്കിലും വന്ന് രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെ കിട്ടിയാൽ മതി. എന്നിട്ടോ ഇതുണ്ടോ സാറിന് ഫോൺ കച്ചവടം ഉണ്ടോ? ഫോൺ കച്ചവടം നമ്മളെ കച്ചവടം നടക്കണമെങ്കിൽ ഈ ജാതി സാധനങ്ങൾ ഇപ്പൊ നമ്മുടെ വേണോ? എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്താ മനസ്സിലാക്കിയാരാ? എന്തേ? നമുക്കൊരു പെൺകുട്ടിനെ വേണം. അതെ നിങ്ങൾക്കോ? അപ്പൊ നമുക്കല്ല, ആ നമ്മുടെ മോനാണ്. മോന് എവിടെയാണ്? അവൻ ഗൾഫിലാണ്. ഗൾഫിലാണ്? ഇവിടെ ഉണ്ട്. നിങ്ങൾ എന്താ ഈ പറഞ്ഞത്? മൂപ്പര് ഗൾഫിലാണെങ്കിലും ഇപ്പൊ ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഉണ്ട്. അങ്ങനെ എന്താ ചെയ്യാ? നമ്മളെ കുടുംബത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം. പിന്നെ സ്ത്രീധനമൊന്നും നമുക്ക് വേണ്ട, വലിയ കുടുംബത്തിൽ നിന്നും വേണ്ട. ഒരു ചെറിയൊരു കുട്ടീനായി കിട്ടിയാൽ മതി നമുക്ക്. നല്ല അടക്കവും ഒതിയാർക്കും ഒക്കെ ഉള്ളൊരു പെൺകുട്ടി. മോനെവിടെയാണ്? മോനിപ്പോ ഇവിടെ ഉണ്ട്. അതെ, അവന്റെ കൂട്ടുകാരനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് പറയാൻ വേണ്ടി അവൻ കാണാതെ നമ്മൾ വേഗം കയറി ഇങ്ങോട്ട് പോകുന്നതാണ്. ലീവ് അതൊക്കെ പെണ്ണിന്റെ സ്വഭാവം പോലെ ഇരിക്കും. പെണ്ണിന്റെ സ്വഭാവവും ലീവും തമ്മിൽ എന്താ ബന്ധം? അല്ല, പെണ്ണ് നല്ല പെണ്ണാണെങ്കിലേ ഞാൻ ചിലപ്പോൾ പിന്നെ പോവില്ല. പെണ്ണ് മോശമാണെങ്കിൽ അടുത്ത ഫ്ലൈറ്റ് തന്നെ പോകും. അത് കൊള്ളാം. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഈ കണ്ടീഷൻസ് ഒക്കെ? സാറേ, കണ്ടീഷൻ എന്ന് പറഞ്ഞാല് നല്ല മൊഞ്ചുള്ള കുട്ടിയായിരിക്കണം. അതാണ് ആദ്യത്തെ കണ്ടീഷൻ. പിന്നെ നല്ല വലിയ വീട്ടിൽ നിന്നായിരിക്കണം, നല്ല തറവാടിത്തുള്ള വീട്ടിൽ നിന്നായിരിക്കണം കുട്ടി. പിന്നെ നല്ല സ്ത്രീധനം കിട്ടും. ശരി. അല്ല അപ്പൊ അത് എങ്ങനെ ഇപ്പൊ മെച്ച് ചെയ്ത് പോവാ? എന്ത് മറ്റേ കുട്ടി കുട്ടി എന്നിട്ട് മെച്ച് ചെയ്യണം? എന്താ കുഴപ്പം? മാച്ച് ചെയ്ത് പോവാൻ പറ്റുമോ? അതിനെന്താ മാച്ച് ചെയ്ത് പോവാല്ലേ? പിന്നെ മാച്ച് ചെയ്ത് പോവാ. അല്ല ഈ കുട്ടി ഒരു ഫാഷനബിൾ ആണെങ്കിൽ ഫാഷനായിരിക്കട്ടെ. ഫാഷനാവുന്നതിനെന്താ കുഴപ്പം? അവര് ഈ ജീൻസും ടോപ്പൊക്കെ ധരിക്കാച്ചാൽ ജീൻസ് ടോപ്പൊക്കെ ധരിക്കുന്നത് നല്ലതായിരിക്കും അല്ലേ? അതെ അതെ. ഈ ലെഗിൻസ് ഒക്കെ ഇതാണെങ്കിൽ ലെഗിൻസ് ഒക്കെ സ്ത്രീകൾക്ക് ധരിക്കാനുള്ളതല്ലേ സാറേ? ലെഗിൻസ് ഒക്കെ ഇട്ടോട്ടെ. ലെഗിൻസോ ജീൻസോ ടീഷർട്ടോ എന്ത് വേണമെങ്കിലും ഇട്ടോട്ടെ. പക്ഷെ അതിന്റെ മുകളിലൊരു പർദ്ദ വേണം. ഉപ്പ സാർ അത് മൈൻഡ് ചെയ്യണ്ട. ഉപ്പ പ്രായമായ ആളല്ലേ സാറിന് എന്നെ മനസ്സിലാവില്ല? അത് പിന്നെ എനിക്ക് മനസ്സിലാവും. എന്നെ മനസ്സിലാവില്ല? മനസ്സിലാവും. അതിനേക്കാൾ കൂടുതൽ എനിക്ക് മനസ്സിലാവും. ഇങ്ങോട്ട് പോയി. അപ്പൊ ശ്യാമളെ, നമ്മുടെ ആൽബത്തിലുള്ള ഫോട്ടോസൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. എന്തേ മുളക് കടിച്ചാ? പഠിച്ചോനെ, ഒക്കെ നല്ല മൊഞ്ചുള്ള കുട്ടികളാണല്ലോ. ഇതൊക്കെ കല്യാണം കഴിക്കാത്ത കുട്ടികളാണോ? ഒക്കെ നല്ല കുട്ടികളപ്പാ. ഒക്കെ ഇഷ്ടായില്ലേ? അപ്പൊ എന്താ ഒരു കാര്യം ചെയ്തോളി. ഒരു 1500 രൂപ ഇവിടെ രജിസ്ട്രേഷൻ ഫീ ഉണ്ട്. അപ്പൊ അതടച്ചു പോയാൽ പിന്നെ 1500 1500. ഞാൻ ഒരുപാട് കരുതി. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നല്ല കണ്ണിനെ നോക്കി സെലക്ട് ചെയ്യാം. അല്ല, കുട്ടീനെ നോക്കി സെലക്ട് ചെയ്യാം. പേര് പി പി മൊയ്തു. സൗദി. സൗദി അറിയാം. നമ്പർ 934962. ഓക്കെ, അപ്പൊ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി പെൺകുട്ടികളുടെ കോൺടാക്ട് നമ്പർ, വീട്ടിലെ കോൺടാക്ട് നമ്പർ ഞങ്ങൾ അയച്ചു തരാം. വിളിച്ചന്വേഷിച്ചാൽ മതി. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കാം. എല്ലാ നമ്പറും അയക്കല്ലോ അല്ലേ? അയക്കും. എങ്ങനെയാ അപ്പൊ യോജിച്ച് പോവാലോ അല്ലേ? വലിയതായിട്ട് തോന്നുന്നില്ല. ശരി സാർ. അസ്സലാമു അലൈക്കും.
എൻ്റെ പൊന്നോ. വാപ്പ വേറൊരു വഴിക്ക് മോൻ വേറൊരു വഴിക്ക്